ഹലോ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് പാക്കേജ്ഡ് ഫുഡ് പ്രോഡക്ട്സിലെ ഫുഡ് ലേബിൾസ് നമ്മൾ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ പറ്റിക്കപ്പെടുന്നത് എങ്ങനെയാണ് എന്നതിനെ പറ്റിയിട്ടാണ്. മാത്രമല്ല, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാക്സിമം ഒഴിവാക്കാൻ പറ്റും, ഇത്തരത്തിൽ നമ്മൾ ബാധിക്കപ്പെട്ടാൽ തന്നെ നമുക്കുണ്ടാകുന്ന ഹെൽത്തി കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, പാക്കേജ്ഡ് ഫുഡ് പ്രോഡക്ട്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലെ ഫുഡ് ലേബിൾസ് നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കാറുണ്ടോ? ഇപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്, ഹെൽത്തി റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഫുഡ് ലേബിൾസ് വായിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ കാലത്ത് മിക്ക ഫുഡ് ലേബിൾസ് എടുത്താലും നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ഫോൾസ് ഇൻഫർമേഷൻസ്. ഫോർ എക്സാമ്പിൾ, ഷുഗർ ഫ്രീ എന്ന് എഴുതിയിരിക്കും, പക്ഷേ അതിൽ ഷുഗർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വൈറ്റമിൻസിന്റെ കലവറ എന്ന് എഴുതിയിട്ട് വൈറ്റമിൻസിന്റെ ചെറിയ അളവ് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ. ഷുഗർ ഫ്രീ ആണ്, ഹെൽത്തിന് വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്തിന് വളരെ കേടുപാടുണ്ടാക്കുന്ന മറ്റു കോമ്പൗണ്ട്സ്, ഫാറ്റി കോമ്പൗണ്ട്സിന്റെ ഒരു കലവറ തന്നെ അതിലുണ്ടാകും. ആൻഡ് വൺ മോർ തിങ്, ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് 10% ഫ്രൂട്ട് പൾപ്പ് മാത്രമേ അതിൽ അടങ്ങിയിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കി 90% ഷുഗർ ആയിരിക്കും, അഡിറ്റീവ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെൽത്തിന് ഒരു പ്രയോജനവും തരാത്ത മറ്റു കോമ്പൗണ്ട്സുകളായിരിക്കും. സോ ഇതിനെതിരായിട്ടും ഹെൽത്തി ഈറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടി ഈ ICMRഉം അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും ഒരു ഗൈഡ് ലൈൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ആരോഗ്യപരമായ ജീവിത ശൈലിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും അത് സൂചിപ്പിക്കുന്നുണ്ട്. നമ്പർ 1, മോഡറേഷൻ ഇൻ കൺസംഷൻ. നിങ്ങൾ ഓയിൽ ആൻഡ് ഫാറ്റ് ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക, അതുപോലെ സാൾട്ട് ആൻഡ് ഷുഗർ ഇവയുടെ ഉപയോഗവും കുറയ്ക്കുക. ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സ് അധികമായി അടങ്ങിയ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതിലൂടെ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങൾ, പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ ഇവ പരമാവധി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്പർ 2, എക്സസൈസ് ചെയ്യുന്നത് വഴി നമുക്ക് അമിതവണ്ണം കുറയ്ക്കാൻ സാധിക്കും. നമ്പർ 3, ഡയറ്ററി ഡൈവേഴ്സിറ്റീസ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾക്ക് ഒരു ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ വൈവിധ്യമാർന്നതായിരിക്കണം. നാം എയിം ചെയ്യേണ്ടത് മിനിമം 8 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഫുഡ്സ് ആയിരിക്കണം ഫോർ എ ബാലൻസ്ഡ് ഡയറ്റ്. നമ്പർ 4, ലിമിറ്റ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്. ഇതിന് കാരണം അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയൊരു അളവിൽ തന്നെ ഫാറ്റ്, സാൾട്ട്, ഷുഗർ ഇവ അടങ്ങിയിരിക്കും. പക്ഷേ ന്യൂട്രിയൻസിന്റെ കേസ് എടുത്താൽ അതിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിറ്റിൽ എമൗണ്ട്, നെഗ്ലിജിബിൾ എമൗണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങൾക്ക് ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടാകും, ഓവർ വെയിറ്റിന് ഇത് കാരണമാകും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി നമ്പർ 5, ചെക്ക് ഫുഡ് ലേബിൾസ്. നിങ്ങൾ എപ്പോഴൊക്കെ പുറത്തുനിന്ന് ഈ പാക്കേജ്ഡ് ഫുഡ്സ് വാങ്ങിക്കുന്നു അപ്പോഴൊക്കെ അതിന്റെ ഫുഡ് ലേബിൾസ് ചെക്ക് ചെയ്യുക. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റുക. ഇത്തരത്തിൽ ഹെൽത്തി ചോയ്സ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഫുഡ് ഡേഞ്ചേഴ്സ് ആയ ഫാറ്റ്, ഷുഗർ, സാൾട്ട് ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും ഇതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും. നമ്പർ 6, അവോയ്ഡ് പ്രോട്ടീൻ സപ്ലിമെന്റ്സ്. മസിൽ മാസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കരുത് എന്നാണ് ഈ ഒരു ഗൈഡ് ലൈൻസിലൂടെ ICMRഉം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും എടുത്തു പറയുന്നത്. കാരണം നാം കഴിക്കുന്ന പ്രോട്ടീൻ സപ്ലിമെന്റ്സിലൂടെ നമുക്ക് മസിൽ മാസ് കൂട്ടാം, മസിൽ സ്ട്രെങ്ത് കൂട്ടാം. പക്ഷെ അധികമാകുന്ന ആ ഒരു മസിൽ സ്ട്രെങ്ത് വെറും ചെറിയ അളവിൽ മാത്രമേ ഈ ഒരു സപ്ലിമെന്റ്സ് എടുക്കുന്നതിലൂടെ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ICMRഉം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനും എടുത്തു പറയുന്നത്. അത് മാത്രമല്ല, വലിയ അളവിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് ബോൺ മിനറൽ ലോസിനും അതുപോലെ കിഡ്നി ഡാമേജിനും കാരണമാകുമെന്നും പറയുന്നുണ്ട്. ഇനി എത്തരത്തിലാണ് ഈ ഫുഡ് ലേബിൾസ് നമ്മൾ ജനങ്ങളെ മിസ്ലീഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്പർ 1, അറ്റൻഷൻ ഗ്രാബിംഗ് ലേബിൾസ്. അതായത് നമ്മുടെ ശ്രദ്ധയെ ക്യാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ലേബിൾ ഡിസൈൻസ്, കൂടാതെ മിസ് ഇൻഫർമേഷനും. നമ്പർ 2, നാച്ചുറൽ ക്ലെയിംസ്. ചില ഫുഡ് ലേബിൾസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ നാച്ചുറലോ അല്ലെങ്കിൽ ഓർഗാനിക്കോ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. പക്ഷേ അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാകും, ആഡഡ് കളേഴ്സ് ഉണ്ടാകും. Then what does that means? Natural. ശരിക്കും ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ പ്രോഡക്റ്റ് എന്നത് അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാകരുത്, ഫ്ലേവേഴ്സ് ഉണ്ടാകരുത്, കളേഴ്സ് ഉണ്ടാകരുത്, പെസ്റ്റിസൈഡ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉണ്ടാകില്ല. ഏതൊക്കെ പ്രോഡക്റ്റ് ആണോ ഈ ക്രൈറ്റീരിയ പാലിക്കുന്നത് അവയെയാണ് നമ്മൾ നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓർഗാനിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കേണ്ടത്. അവയ്ക്ക് ജൈവിക് ഭാരത് ലോഗോ ഉണ്ടായിരിക്കും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തത്. ആക്ച്വലി ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് പണിഷബിൾ ഒഫൻസ് ആണ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് 2006 പ്രകാരം ഇതൊരു പണിഷബിൾ ഒഫൻസ് ആണ്, ജയിലിൽ കിടക്കേണ്ടി വരും. നമ്പർ 3, ഫ്രൂട്ട് റിപ്പനിങ്ങിന് കാൽസ്യം കാർബൈഡ് ഉപയോഗിക്കുന്നത്. ശരിക്കും ഈ കാൽസ്യം കാർബൈഡ് നമ്മുടെ കൺട്രിയിൽ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്നാലും ചില സ്ഥലങ്ങളിൽ, ചില മാനുഫാക്ചറിംഗ് യൂണിറ്റിലൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് ബാൻ ചെയ്യാൻ കാരണം മനുഷ്യന്റെ ആരോഗ്യത്തിന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഇത് കൊണ്ടെത്തിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് 1, ഹോൾ ഗ്രെയിൻ മിസ്റെപ്രസെന്റേഷൻ. ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോൾ ഗ്രെയിൻസ് ആണെന്ന് എഴുതിയിരിക്കും, പക്ഷെ അതിൽ ഹോൾ ഗ്രെയിൻസിന്റെ അളവ് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം റിഫൈൻഡ് ഗ്രെയിൻസ് ആയിരിക്കും. ഇത് ഒരു മിസ്റെപ്രസെന്റേഷൻ ആണ്, ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഫോൾസ് ഇൻഫർമേഷൻ ആണ്. സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഫുഡ് സെക്ടർ എന്നത് ഒരു സൺറൈസ് സെക്ടർ ആണ്. അതായത് ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാണുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ്
ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് സ്കീംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ഹെൽത്ത് ഈറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിനും കുറെ പ്രോഗ്രാംസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതിൽ കവിഞ്ഞ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇതിന്റെ കോൺസിക്വൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്? നമ്പർ 1, ഈ ഫുഡ് ലേബിൾസിൽ കാണുന്ന ടെർമിനോളജി സ്റ്റാൻഡേർഡൈസ് ചെയ്യുക. അതായത് ജസ്റ്റ് നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക് അല്ലെങ്കിൽ ഷുഗർ ഫ്രീ എന്ന് എഴുതാതെ അത് എന്താണെന്ന് ജനങ്ങൾക്ക്, കൺസ്യൂമേഴ്സിന് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് വിശദീകരിക്കും. നമ്പർ 2, ന്യൂട്രീഷണൽ ലിറ്ററസി. സ്കൂൾ പഠനകാലത്തിൽ തന്നെ കുട്ടികൾക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കരിക്കുലത്തിൽ ഇത് ഉൾപ്പെടുത്തുക. എങ്ങനെയാണ് ഫുഡ് ലേബിൾസ് വായിച്ച് മനസ്സിലാക്കേണ്ടത്? നമ്പർ 3, ടാക്സേഷൻ ആൻഡ് സബ്സിഡീസ്. അതായത് ഈ അൾട്രാ പ്രോസസ്ഡ് ഫുഡുകൾക്ക് ടാക്സേഷൻ ഏർപ്പെടുത്തി കൂട്ടുക, അതുപോലെ നാച്ചുറൽ ഫുഡുകൾക്ക് സബ്സിഡീസ് ഏർപ്പെടുത്തുക. സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഹെൽത്തി ചോയ്സസ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ ലഭിക്കും. ആൻഡ് പിന്നെ പ്രധാനപ്പെട്ടത് ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. ഇതിലൂടെ ഫ്രഷ് ഫുഡ് നമുക്ക് ലഭിക്കും. സോ ഇതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ.